ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയായ ആത്മോപദേശ ശതകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് സാമാന്യമായിട്ട് ഒന്ന് പരിചയപ്പെട്ടത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ ശ്ലോകം ഇപ്രകാരമാണ്: ഇരുളിലിരിപ്പവനാര് ചൊൽക, നീ എന്നൊരുവനുരപ്പത് കേട്ടു താനുമേവം, അറിവതിനായവനോടു നീയുമാരെന്നരുളുമിതിൻ പ്രതിവാക്യം ഏകമാകും. ഇരുളിൽ ഇരിപ്പവന് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നമ്മൾ നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഉത്തരം നമുക്കറിയില്ല. ഒരു അനക്കം നമ്മൾ കേട്ടു ഇരുട്ടിൽ. അപ്പം നമ്മൾ ചോദിക്കുകയാണ് നീ ആരാണ്? അപ്പം അവൻ സ്വാഭാവികമായിട്ട് പറയുന്നത് ഞാൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവൻ നമ്മളോട് ചോദിച്ചാലും നമ്മളും പറയുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ പ്രതിവാക്യം ഏകമാണ്. അതായത് ഞാൻ എന്നുള്ള ഉത്തരമാണ് വരുന്നത്. ഇവിടെ ഇരുട്ട് പൊതുവെ നമ്മൾ അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അജ്ഞാനദശയിൽ ഉണ്ടാകുന്ന ചില അന്വേഷണങ്ങൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് അന്വേഷണം. പൊതുവെ നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള അന്തരീക്ഷം, അല്ലെങ്കിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആചരിക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഒരു അന്വേഷണ ബുദ്ധി നമ്മൾ കാണുന്നില്ല. അപ്പോൾ എപ്പോഴാണോ ഒരാൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്, ഈ സംസാര സമുദ്രമാണ്, ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകം, അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇരുളെന്ന് പറയുന്നത്, ഇരുട്ട്. അപ്പോൾ നമ്മൾ ഈ അജ്ഞാനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മൾക്ക് വ്യക്തത വരുന്നില്ല. നമ്മളുടെ മനസ്സ് വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടി എന്തിനെയൊക്കെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഗുരു സവിധത്തിലെത്തുന്ന ഒരു ശിഷ്യൻ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങൾ പല വിധത്തിലാണ്. അതിന് ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ ഗുരു കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഗുരു പറയുകയാണ്, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സംവദിക്കുകയാണ്. ഇരുട്ടത്ത് ഇരിക്കുന്ന ഒരു ആളോട് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ തിരിച്ചും ചോദിക്കുന്നു, നീ ആരാണ്? ആര് എപ്പോഴൊക്കെ എത്ര ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഞാൻ എന്നുള്ള ഉത്തരമാണ് ആദ്യം വരുന്നത്, ഞാൻ ഇന്ന ആളാണ്. പക്ഷേ ഇവിടെ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഈ ഞാനെന്ന് നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടി പറയുമ്പോഴും കൃത്യമായ ഒരു അവബോധത്തോടു കൂടിയല്ല നമ്മളത് പറയുന്നതും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ആദ്യം അയാൾ ഉദ്ദേശിച്ച ഒരു വ്യക്തി, ഒരു പേര്, ഈ ശരീരം, പല സന്ദർഭങ്ങളിലും പലതായിട്ടാണ് ഈ എന്നെക്കുറിച്ച് പറയുന്നത്. പക്ഷേ
എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവില്ലാതെ തന്നെ എനിക്ക് എന്ത് വേണമെന്ന് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആരാണെന്നറിയാതെ എനിക്ക് എന്ത് വേണമെന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? അപ്പോൾ പലപ്പോഴും ഈ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ കുറേ അതിന് വിശകലനം നമുക്ക് ആവശ്യമുണ്ട്. ഈ ശരീരത്തെ ഉദ്ദേശിച്ചിട്ടാണോ ഞാനെന്ന് പറഞ്ഞത്? അതോ മനസ്സിനെ ഉദ്ദേശിച്ചിട്ടാണോ? അതോ ബുദ്ധിയെ ഉദ്ദേശിച്ചിട്ടാണോ? എന്തിനെ ഉദ്ദേശിച്ചാണ് ഞാനെന്ന് പറയുന്നത്? പക്ഷേ ഇവിടെ ചോദ്യത്തിന് ഉത്തരം ഞാനെന്ന് ആണ് വരുന്നത്. അത് ജ്ഞാനിയായാലും ശരി, അജ്ഞാനിയായാലും ശരി, ഉത്തരം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ എന്നെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് വ്യക്തത തരാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അലച്ചിലിന് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഭക്തിയുടെയും രാജയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഒക്കെ തലത്തിൽ നമ്മളിങ്ങനെ അന്വേഷിക്കുകയും സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവരവർക്ക് ഇഷ്ടപ്പെട്ട ചില തലത്തിൽ വരുമ്പോൾ അവിടെ നിന്നു പോവുകയാണ്. അവിടെ നിന്ന് വികാസമുണ്ടാകുന്നില്ല, വീണ്ടും ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള ഒരു മുരടിപ്പിൽ നിന്ന് നമ്മൾക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള വളരെ മനസ്സിലാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാകണം. അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഒരുപക്ഷെ ഭൗതികതയിൽ ആണ്ടുകിടക്കുന്ന ഭൂരിഭാഗം ജനങ്ങൾക്കും വ്യക്തികൾക്കും അതിന് താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആത്മോപദേശ ശതകം പഠിക്കുവാൻ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഗുരു സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു അന്വേഷണം, ഈ ഞാൻ എന്നുള്ളത് ആരാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ മുന്നോട്ടുള്ള പദ്യങ്ങളിലൂടെ ഗുരുവിൻ്റെ ആ അവതരണത്തിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് ഇടവരട്ടെ. ഏവർക്കും നമസ്കാരം.